ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ നോമ്പ് പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കേക്കാണ്. ചക്ക കൊണ്ടാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഒരു 200 ഗ്രാം അളവിനാണ് ഞാൻ ചക്ക എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കശുവണ്ടിയും മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ആദ്യം തന്നെ മുട്ട ഒന്ന് അടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 6 പീസ് ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഇല്ല, ഇതൊരു 1/4 ടീസ്പൂണേ ഉള്ളൂ. ഞാൻ കുഞ്ഞു സ്പൂണായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് കൊണ്ടുപോയി നന്നായിട്ട് അടിച്ചിട്ട് വരാം. മുട്ടയും അപ്പോൾ സൺഫ്ലവർ ഓയിലും ഏലക്കയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ചക്ക അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ചക്കയും മാവും പഞ്ചസാരയും മുട്ടയും എണ്ണയും എല്ലാം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. കാരമൽ തയ്യാറാക്കാനുള്ള പാത്രമാണ് അടുപ്പത്ത് വെച്ചു. പഞ്ചസാര ഇട്ട് കൊടുക്കും. കാരമൽ തയ്യാറാക്കണം. നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് നമ്മുടെ ചക്ക കേക്ക്. എല്ലാവരും കഴിച്ചു നോക്കണം. കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇട്ടു. മാവും ചക്കയെല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് റെഡിയാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് വേണം. ഇട്ടിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക്. അപ്പം നമുക്ക് ഒരു റിങ്ങും കൂടെ അതിനോട്ട് വെച്ച് കൊടുക്കാം. അല്പം വെള്ള എള്ളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കാം. അല്പം ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് എടുത്ത് നോക്കാം. ചക്കപ്പഴ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചക്കപ്പഴ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്ക് തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.